ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 9-ാം ദിനം. നോമ്പുകാലത്ത് നാം പരിചയപ്പെടുന്ന ഈശോ മരുഭൂമിയിലൂടെ നടക്കുന്ന ഈശോയാണ്. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന ഈശോ. മരുഭൂമി എന്ന് പറഞ്ഞാൽ പരിത്യാഗത്തിന്റെ അടയാളമാണ്. അതിനേക്കാൾ ഉപരിയായി നീണ്ട ഒരു മൗനത്തിലേക്ക് കടന്നുവരുന്ന ഈശോയാണ് നാം പരിചയപ്പെടുന്നത്. ശാന്തമായി ആരവങ്ങളൊന്നുമില്ലാതെ മൗനത്തിലേക്ക് കടന്നു വന്ന ഈശോ. അതുവഴി ഈശോയ്ക്ക് ലഭിച്ചത് കൃത്യതയും ഒരു ദിശാബോധവുമാണ്. ചെയ്യേണ്ടതെന്നും ചെയ്യരുതെന്നും തിരിച്ചറിയാനുള്ള കഴിവ് ഈ മരുഭൂമി വാസത്തിലൂടെയാണ് ഈശോയ്ക്ക് ലഭിച്ചത്. 40 ദിവസം മരുഭൂമിയിലെ ആ മൗനത്തിൽ നിന്ന് കടന്നു വന്നാണ് ഈശോ തന്റെ സുവിശേഷം പ്രഘോഷിച്ചത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീണ്ട മരുഭൂമി അനുഭവത്തിന് ശേഷം പുറത്തു വന്ന സ്നാപയോഹന്നാനോട് ജനം ചോദിക്കുന്നുണ്ട്, നീയാണോ ക്രിസ്തു? അവൻ പറഞ്ഞു, അല്ല, ഞാൻ വഴിയൊരുക്കാൻ വന്നവനാണ്. അവന്റെയൊക്കെ ജീവിതത്തിൽ ഒരു കൃത്യതയുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ കൃത്യതയും ദിശാബോധവുമല്ലേ? നാം എല്ലാവരും ഒരു ബഹളത്തിന്റെ ലോകത്തിലാണ്. കണ്ടുമുട്ടുന്നവരും പോകുന്നിടത്തും എല്ലാം ബഹളമയമാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യതയും ദിശാബോധവും അത്യന്താപേക്ഷിതമാണ്. ഈ നോമ്പുകാലത്ത് ഈശോ നമ്മെ ഒരു ശാന്തതയിലേക്കും മൗനത്തിലേക്കും ക്ഷണിക്കുകയാണ്. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ദിശാബോധമുണ്ടാകും. ഈശോ പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതുപോലെ നമുക്കും പറയാൻ സാധിക്കട്ടെ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന്. സ്തുതിയായിരിക്കട്ടെ.